നമസ്കാരം. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള അസാധാരണമായ ചില സംഭവ വികാസങ്ങളിലൂടെയാണ് മലയാള ചലച്ചിത്ര ലോകം ഇന്ന് കടന്നു പോകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു ശേഷം കോളിളക്കമുണ്ടാക്കിയ ചില വെളിപ്പെടുത്തലുകളൊക്കെ നമ്മൾ കേട്ടു. അതിനുശേഷം പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിലും നവമാധ്യമങ്ങൾക്ക് മുന്നിലും ചില വെളിപ്പെടുത്തലുകളുമായി സിനിമാ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ ഷാലു പേയാട് രംഗത്തെത്തിയിരുന്നു. ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. സിനിമാ രംഗത്തെ ചില ദുഷിച്ച പ്രവണതകൾ, ഞെട്ടിപ്പിക്കുന്ന ചില പ്രവണതകൾ അദ്ദേഹത്തിന് നമ്മളോട് പറയാനുണ്ട്. നമസ്കാരം ഷാലു. ഇപ്പോൾ എറണാകുളത്ത് സമരം നടക്കുകയാണ് 3 മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ. അവരുടെ ആവശ്യം ഫെഫ്കയുടെ തലവൻ ബി ഉണ്ണികൃഷ്ണനെ പുറത്താക്കുക എന്നുള്ളതാണ്. ബി ഉണ്ണികൃഷ്ണൻ്റെ പേര് ഇതാദ്യമായിട്ടല്ല ഉയർന്നു വരുന്നത്. ഇപ്പോൾ 2 ദിവസം മുൻപ് നടി സാന്ദ്ര തോമസ് വളരെ രൂക്ഷമായ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിരുന്നു. ഇതിനു മുമ്പും ബി ഉണ്ണികൃഷ്ണൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. കാരണം സിനിമാ ലോകത്തെ, മലയാള സിനിമാ ലോകത്തെ നിയന്ത്രിക്കുന്നവരിൽ പ്രധാനിയായ ഒരാൾ ബി ഉണ്ണികൃഷ്ണനാണെന്നുള്ള പേരുകളൊക്കെ ഉയർന്നു കേട്ടിരുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, എൻ്റെ അനുഭവത്തിൽ 100% അയാളുടെ കയ്യിലാണ് സിനിമ. അല്ല, 99% അല്ല, 100%. അത് പറയാൻ കാരണം വെച്ചാൽ, എന്നെ ഒരു ഉച്ചയ്ക്ക് പുള്ളി കൺട്രോളർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഷാലു, ഉണ്ണികൃഷ്ണൻ വിളിച്ചിരുന്നു, നിങ്ങളെ സെറ്റിൽ നിർത്തരുത്, പറഞ്ഞു വിടണം, ഇല്ലെങ്കിൽ പടം ഇപ്പം നിൽക്കുമെന്ന്. ഷാലു ഒന്ന് ഏത് ചിത്രത്തിൻ്റെ വർക്കിലായിരുന്നു? ഞാൻ ആ പടം തൽക്കാലത്തേക്ക് എന്ന് വെച്ചാൽ ഷൂട്ട് നടക്കണമുണ്ട്. ശരി, ഇപ്പോൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട്. വർക്ക് ചെയ്തു? ഞാൻ 100-ൽ കൂടുതൽ സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് അസിസ്റ്റൻ്റായിട്ടും ചീഫായിട്ടും എനിക്ക് ഒരു 10-70 പടം ചെയ്തിട്ടുണ്ടാവും. ശരി, ഇനി നമുക്ക് ആദ്യം താങ്കൾ പറഞ്ഞു തുടങ്ങിയ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ താങ്കൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ താങ്കൾ വർക്ക് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതെ, കാരണം ഈ ക്രൂവിൻ്റെ ഒരു 10-12 വർഷം കൊണ്ട് ഈ ക്രൂവിൻ്റെ പടങ്ങൾ ഞാനാ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പടം നിൽക്കും, ഇങ്ങനെ നിർത്താൻ പോകണം, ഷാലുവിനെ ഇനി നിർത്തിക്കഴിഞ്ഞാൽ പടം നിർത്തുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിച്ചു വെച്ചാൽ, നമ്മൾ കാരണം ഈ 10-200 പേരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നത് അത് വലിയ പാവമാണ്. കാരണം ഇദ്ദേഹത്തെ പോലെയല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ മണ്ണ് വാരി എറിയാൻ എളുപ്പമാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ മറ്റേ വലിയ സംഭവമാണെന്ന് കാണിച്ച് നമുക്ക് അവിടെ നിന്നിട്ട് ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് കേസാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ആക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേരുടെ ബുദ്ധിമുട്ടെന്ന് ആലോചിക്കും. ഇവരത് നിർത്തും. അങ്ങനെ നിർത്തി വെച്ച പടങ്ങളുണ്ട്. അങ്ങനെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഫെഫ്കയുടെ ഓർഡറാണ്, നാളെ വർക്കിന് ഇറങ്ങണ്ട. അത് താങ്കളോട് മാത്രമല്ല, പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരോടും ഇത്തരത്തിലാണ്. അതെ, കാരണം ഞങ്ങൾ മുമ്പ് വർക്ക് ചെയ്ത പല പടങ്ങളിലും ഈ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫെഫ്കയിൽ എന്തെങ്കിലും വിഷയം വരുന്ന സമയത്ത് ഒരു മുന്നറിയിപ്പില്ല അവർ ചെയ്ത്, നാളെ തൊട്ട് ആരും ഇറങ്ങണ്ട, ഫെഫ്കയുടെ അറിയിപ്പാണ്, ഇറങ്ങണ്ട. അല്ല, ഈ ഫെഫ്കയുടെ തലപ്പത്ത് ബി ഉണ്ണികൃഷ്ണനെ കൂടാതെ ഈ സംഘടനയെ നിയന്ത്രിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? താങ്കൾക്ക് അനുഭവപ്പെട്ടു? അല്ല, എന്നെ ഒരാൾ എന്നെ കൊന്നുകളെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആരാണ്? സോഹൻ സീനുലാൽ എന്ന് പറഞ്ഞിട്ട് സംവിധായകൻ എന്തൊക്കെയാണ് അയാൾ, എനിക്ക് കേട്ടിട്ടുണ്ട്, പിടിയില്ല, നല്ലൊരു പരിചയമുണ്ട്, അത്രേ ഉള്ളൂ. എന്തായിരുന്നു അദ്ദേഹത്തിന് ഷാലുവിനോട് ഇത്രയധികം വൈരാഗ്യം തോന്നാൻ കാരണം? അല്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ബി ഉണ്ണികൃഷ്ണൻ്റെ വളരെ അടുത്ത ആളാണോ ഈ? പുള്ളിയെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമയിൽ ഏറ്റവും മുകളിൽ തട്ടിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഇയാളെ താങ്ങി നിർത്തുന്ന ആൾക്കാർ. കാരണം അവർക്ക് അതുകൊണ്ട് നേട്ടമുണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ സെറ്റപ്പ് അല്ലല്ലോ. കാരണം ഇതിവിടെ തൊഴിലാളി സംഘടന പേര് മാത്രമേ ഉള്ളൂ. ഇത് ആക്ച്വലി തൊഴിലാളി സംഘടന അല്ല. ഇത് ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരുപാട് പാവപ്പെട്ടവരെ മേയ്ക്കാൻ പറ്റിയൊരു സാധനമാണ്, ചൂഷണം ചെയ്യാനുള്ള ഒരു മേഖല. ശരിക്കും ഞാനൊരു കാര്യം അറിഞ്ഞു, അത് വാസ്തവമാണെന്ന് എനിക്കറിയില്ല. പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് ഒരു പ്രൊഡക്ഷൻ ബോയ് അവിടെ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുന്ന ഒരു പ്രൊഡക്ഷൻ ബോയ് അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അയാൾ 2 ലക്ഷം രൂപ ഫെഫ്കയ്ക്ക് അംഗത്വത്തിന് വേണ്ടി കൊടുക്കണമെന്ന് പറയുന്നത് ശരിയാണോ? സത്യമാണ്. കാരണം 2 ലക്ഷം രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ അവൻ ആ എച്ചിൽ പാത്രമെങ്കിലും കഴുകാനെങ്കിലും അവനെ സമ്മതിക്കുള്ളൂ. എത്ര മണിക്കൂറാണ് അയാൾ ജോലി ചെയ്യേണ്ടത്? 18 മണിക്കൂർ ജോലിയാണ്. അതായത് രാവിലെ 4 മണിക്ക് അവൻ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 11 മണിയാവാൻ തിരിച്ച് റൂമിൽ കയറുമ്പോൾ അത്ര നേരം ജോലിയാണ്. 18 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വേതനം കിട്ടുന്നുണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളി ഇവിടെ വന്നിട്ട് 8 മണി തൊട്ട് 5 മണി വരെ ചെയ്യുമ്പോൾ അവന് കിട്ടും 1000-1200 രൂപ, ഇവന് 1750 രൂപ കിട്ടുള്ളൂ. എന്നിട്ട് 2 ലക്ഷം രൂപ അടയ്ക്കുകയും വേണം. ഇനി അതിന് പുറമെ ഒരു പടത്തിന് 1000 രൂപയാണെന്ന് തോന്നുന്നു, 1000-1500 രൂപ ലെവി അടയ്ക്കണം.
അതായത് ഈ 2 ലക്ഷം രൂപ കൊടുത്ത അംഗത്വം എടുത്തതിന് ശേഷം ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി 1000 രൂപ ലെവി അടയ്ക്കണം. ഈ പൈസ വെട്ടി തിന്നാൻ വേണ്ടിയിട്ടാണ് ഒരു കൂട്ടം ആൾക്കാർ കഴുകന്മാരെ പോലെ നിൽക്കുന്നത്. അതായത് ഏണി വെച്ച് നോക്കുന്നവന് അതാണ് പറയാൻ തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഹെയർ ഡ്രസ്സർമാർക്ക് 2.5 ലക്ഷം രൂപയാണോ അംഗത്വ ഫീസ്? ഹെയർ ഡ്രസ്സർമാർക്ക് 2 ലക്ഷം രൂപ, ഡ്രൈവർമാർക്കും 2 ലക്ഷം രൂപ. അതെ എല്ലാവർക്കും ആർക്കും ഈ പണം, ഈ അംഗത്വ ഫീസായി വാങ്ങുന്ന ഈ പണം ഫെഫ്കയുടെ അക്കൗണ്ടിലാണ് അല്ലേ? അതെന്തിനാണ് വിനിയോഗിക്കുന്നത്? ഈ അതായത് വിരമിച്ചു പോയ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വയ്യാത്ത അല്ലെങ്കിൽ അസുഖമായി കിടപ്പിലായ ഈ പ്രവർത്തകരെ, അതുപോലെ ഈ മുമ്പ് അതിൽ പ്രവർത്തിച്ചിരുന്നവരെ സഹായിക്കാനാണ് ഇത് വിനിയോഗിക്കുന്നത്. അങ്ങനെയാ പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ആർക്കും കൊടുക്കൂല. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് സ്ട്രോക്ക് വന്നിട്ട് 5 പൈസ കൊടുത്തിട്ടില്ല ഈ നിമിഷം വരെ. ഇവർ കൊടുക്കൂല, കൊടുക്കുമെന്ന് പറയും. എന്നിട്ട് ഞങ്ങളുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ സംഘടനയിൽ 18 ലക്ഷം രൂപയാണ് മുൻ സെക്രട്ടറി അടിച്ചുകൊണ്ട് പോയത്. പ്രസിഡന്റ് ആരായിരുന്നു മുൻ സെക്രട്ടറി? അത് ട്രിവാൻഡ്രത്തുള്ളതാണ്, ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫർ. പുള്ളി ഒരു സിനിമ പോലും ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ള ആളല്ല. പക്ഷേ നമ്മുടെ പ്രസിഡന്റാണ്. പുള്ളി ഒരു മോഹൻലാൽ ഫോട്ടോ കോൺടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോൺടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ പേരിൽ 18 ലക്ഷം രൂപയാണ് അടിച്ചു മാറ്റി. മീൻസ് തീർത്തതാ പൈസ. അല്ല, ഈ ഒരു ചലച്ചിത്രത്തിലും വർക്ക് ചെയ്യാതെ എങ്ങനെയാണ് അദ്ദേഹം ആ സ്ഥാനത്തെത്തി? അത് പറയാം. ഇപ്പം നിലവിൽ ഇന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആള് ഒരു പടം പോലും ചെയ്ത ആളാണ്. ബെന്നി ആർട്ട്ലയർ എന്നാണ് പേര്. ഒരു സിനിമ ചെയ്തിട്ടില്ല അയാൾ ഈ നിമിഷം വരെ, ഒരു സിനിമ ചെയ്തിട്ടില്ല. പക്ഷെ അയാൾ ചെയ്യണ ഒരു കാര്യമുണ്ട്, ബി ഉണ്ണികൃഷ്ണനെ താങ്ങി നിർത്തുന്നുണ്ട്. അതായത് ഈ താങ്കൾ പറയുന്നത് പോലെ ബി ഉണ്ണികൃഷ്ണന്റെ നിയന്ത്രണത്തിലാണോ ഇതെല്ലാം പോകുന്നത്? അതെ. കാരണം ഒരു പടം പോലും ചെയ്യാത്ത ആള് ഞങ്ങളുടെ സെക്രട്ടറി പ്രസിഡന്റാണ്. അവിടെയാണ് നമ്മുടെ പ്രത്യേകത. അല്ല, എന്തുകൊണ്ടാണ് ഈ ചലച്ചിത്ര വികസന അക്കാദമിയും അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടാത്തത്? പുള്ളിയുടെ ഒന്നാം ഷോ അല്ലേ ഇവിടെ ആർക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞുണ്ടല്ലോ. ആരും ഇവർക്കെതിരെ പുറത്ത് പറയൂലല്ലോ. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച്, ഞങ്ങളുടെ സെക്രട്ടറി പ്രസിഡന്റ് ഇപ്പം ഞങ്ങളുടെ കമ്മിറ്റി മെമ്പർമാരാരും 5 പടത്തിൽ കൂടുതൽ ചെയ്ത ഒരാളോ 2 പേരോ ഉണ്ടെന്നുള്ളതല്ലാതെ 14 കമ്മിറ്റി മെമ്പറാണ്. ഈ 14 പേരിൽ ഒരു 10 പേരും 5 സിനിമയ്ക്ക് താഴെ ചെയ്തവരാണ്. 20-30 പടം ചെയ്ത ആൾക്കാർ പുറത്ത് നിൽപ്പുണ്ട്. 20-30 പടം ചെയ്ത ആൾക്കാർ പുറത്ത് നിൽക്കുമ്പോഴാണ് ഈ 1-2 പടം ചെയ്തവർ ഇത്രയും പേരെ ഭരിക്കുന്നത്. അല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യാത്തത്? ചോദ്യം ചെയ്തുകൊണ്ടാണ് എന്നെ പുറത്താക്കിയത്. അല്ല, ഇത് ഒരുപാട് പേർ, അതായത് ആയിരക്കണക്കിന് പേർ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഫെഫ്കയിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണനെ അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തുള്ള 1-2 വ്യക്തികളെ മാത്രം ഭയന്നുകൊണ്ട് ചോദ്യം ചെയ്യാതെ നിശബ്ദരായിരിക്കും? ചോദ്യം ചെയ്താൽ അവൻ പിറ്റുന്ന സിനിമയിൽ നിന്ന് പുറത്താണ്. ഇവിടെ വരുന്നത് പലരും പല പ്രതീക്ഷകളാണ്. നാളെ ഒരു ഡയറക്ടർ ആവണം, നാളെ ഒരു ക്യാമറാമാൻ ആവണം, നാളെ ഒരു വലിയ ടെക്നീഷ്യൻ ആവണം. എല്ലാവരും അവരവരുടെ കഴിവിൽ ഇവിടെ വന്നിട്ട് എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ പറഞ്ഞത്. അത് കിട്ടാൻ വേണ്ടി നിൽക്കാൻ അവരവരുടെ ലൈഫ് നോക്കൂ. ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ നടക്കുന്ന അനീതികൾ വിളിച്ചു പറയാൻ നിൽക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഏറ്റവും വലിയ തെറ്റുകാരനായി മാറും. കാരണം നമുക്ക് അതിനുള്ള എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. സിനിമയൊക്കെ മരയ്ക്കാറ് പോലെ വലിയ പടങ്ങൾ ഞാൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടും. നിങ്ങൾക്ക് എന്തായാലും മലയാളത്തിലെ ഏറ്റവും വലിയ പടം മരയ്ക്കാറാണല്ലോ. അപ്പോൾ ആ പടം ഞാൻ ചെയ്യാൻ പറ്റും എനിക്ക്. അപ്പോൾ അത്രയും നമ്മൾ ഒരു ഇതിൽ നിന്നിട്ട് ഇനി നമ്മളിത് തുറന്ന് പറയാതെ നമ്മൾ വീണ്ടും അവിടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് താങ്കൾ ഇത് പുറത്ത് പറയാമെന്ന് വെച്ചത്. ഇനി പുതിയ പിള്ളേർ വരട്ടെ, പുതിയ പിള്ളേർ വരുമ്പോഴെങ്കിലും മാറ്റം. പക്ഷേ പുതിയ പിള്ളേരെ ഇവർ വരാൻ സമ്മതിക്കില്ല. പുതിയ ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കൂല. അതെന്തുകൊണ്ടാണ്? കൊടുത്താൽ പുതിയ ആൾക്കാർ വരും. അല്ല, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ബദൽ സംവിധാനം ഉണ്ടാകുന്നില്ല? കാരണം ഇപ്പോൾ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിൽ നിന്ന് ഒരു 10% പേർ മാറ്റി ചിന്തിച്ചാൽ പുതിയൊരു ബദൽ സംവിധാനം ഉണ്ടാകാറില്ല. അല്ല, അതിൻ്റെ ഒരു സംഭവം എന്ന് പറയാം, ബദൽ സംവിധാനം വരുമായിരിക്കും ഇനിയിപ്പോൾ. പക്ഷേ ഇത് വരാതിരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും ഇങ്ങനെ പിടിച്ച് ലോക്കാണ്. അതായത് നിങ്ങൾ സംഘടനയിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ പടം ചെയ്യിപ്പിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല. അതായത് ഒരു വ്യക്തിക്ക് സിനിമ സംവിധാനം ചെയ്യണം, അയാളുടെ കയ്യിൽ തന്നെ പ്രൊഡ്യൂസറുണ്ട്, ആ വ്യക്തിക്ക് അത് ചെയ്യാൻ പാടില്ല. ഫെഫ്കയിൽ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ ഇവിടെ ചെയ്യാൻ സമ്മതിക്കുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പോലെയുള്ള സീനിയർ നടന്മാരും കലാകാരന്മാരും ഒക്കെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാത്ത? അവരൊന്നും അറിയുന്നില്ല എന്നാണോ, അതോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് ഭാവിക്കുകയാണോ? അതായിരിക്കാം മേ ബി സത്യം. അവർക്കെല്ലാവർക്കും അറിയാം. അറിഞ്ഞൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതല്ല, അറിയാമായിരിക്കും. പക്ഷേ അവരാരും ഇടപെടാത്തതെന്ന് വെച്ചാൽ
എന്തിനു വല്ലവൻ്റെ കാര്യത്തിലൂടെ പറഞ്ഞു, നമുക്ക് നമ്മളെ കാര്യം നോക്കി പോയാൽ പോരെ. അല്ല, അമ്മ സംഘടനയിൽ പോലും 1,00,000 രൂപയാണെന്ന് തോന്നുന്നു അല്ലേ? അതിന് ഒന്നോ രണ്ടാമത്തോളം 1,00,000 അത് പിന്നീട് കൂട്ടിയോ എന്നുള്ള കാര്യം അറിയില്ല. അവിടെയാണ് ഈ പറയുന്ന പാത്രം കഴുകുന്ന പിള്ളേർക്ക് 2,00,000 രൂപ വാങ്ങുന്നത്. അതെ അതെ അതെ, അതാണ്. അതും ഇവർ ജോലി ചെയ്തിട്ടാണ് ഈ പൈസ. അതായത് എന്താ പറയുക, ഡ്രൈവർമാർ പോലും 2-2.5 ലക്ഷം രൂപ കൊടുത്താലേ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ. വലിയ അവസ്ഥയാണത്. കാരണം എല്ലാവരും പറയാം, നമ്മൾ എല്ലാവർക്കും സിനിമയിലോട്ട് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഒരാൾക്ക് പോലും ഇങ്ങോട്ട് വരാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ടുകൾ വാങ്ങുമ്പോൾ ആരും ഇങ്ങോട്ട് വരില്ല. അല്ല, നമുക്ക് ഈ ഒരു വളരെ അഭിമാനകരമായിട്ടുള്ള കലാകാരന്മാർ ജീവിച്ചിരുന്ന സിനിമകൾ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഭാഷയാണ് നമ്മുടെ മലയാള സിനിമ. അവിടെ ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം അടിച്ചമർത്തൽ ഉണ്ടാകുമ്പോൾ, അത് ഈ സിനിമാ വ്യവസായത്തിൽ തന്നെ ദോഷകരമായി. അല്ല, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ വ്യവസായത്തിനെ ബാധിച്ചല്ലോ. ഇപ്പം മുമ്പ് 100-150 പടം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എത്ര പടം പറഞ്ഞു? ആര് പടം ചെയ്യാൻ വേണ്ടി ഏത് പ്രൊഡ്യൂസറാണ് ധൈര്യമായിട്ട് പറഞ്ഞത്? ഇപ്പം ഉള്ള പ്രൊഡ്യൂസർമാരെല്ലാം പാവപ്പെട്ടമാരെ പോയില്ലേ. ഇതെല്ലാം ഇവിടെ വന്ന് ഒരു പ്രാവശ്യം തല വെച്ച് കഴിഞ്ഞാൽ ഈ മുതലേറെ വായിക്കൊണ്ട് തല വയ്ക്കും പോലെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഊരിക്കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ പാടാം, പിന്നെ തീർത്തേ പറ്റുള്ളൂ. അപ്പോഴേക്കും അയാളുടെ വീടും കാറും ഒക്കെ പണയം വെച്ച് ഒക്കെ ആയിരിക്കും മിക്ക. ഈ 2,00,000 രൂപ ഈ പ്രൊഡക്ഷൻ ബോയ്സിൻ്റെ തന്നെ വാങ്ങുന്നു, ഹെയർ ഡ്രസ്സർമാരുടെ നിന്നും ഡ്രൈവർമാരുടെ കയ്യിൽ നിന്നും 2,00,000 രൂപ വാങ്ങുന്നു. അങ്ങനെ നോക്കുമ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഇപ്പോൾ ഫിഫ്കയ്ക്ക് ഉണ്ട്, കോടിക്കണക്കിനുണ്ട് അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു ഓഡിറ്റിന് വിധേയമാക്കുന്നില്ല? ഓഡിറ്റിന് വിധേയമാക്കുന്നില്ല. അതാണ് പറഞ്ഞത്, വൺ മാൻ ഷോ അല്ലേ അത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭരണസമിതി ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇവരാരും അനങ്ങൂല. ഇനി GST വേണ്ട. 20 ലക്ഷം രൂപയ്ക്ക് ട്രാൻസാക്ഷൻ നടക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും GST. നമ്മുടെയൊക്കെ GST ഇല്ല. നമ്മൾ കൊടുക്കുന്ന 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപയായിട്ട് തന്നെ കൊടുക്കണം. GST ഇല്ല. അല്ല, GST നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്യാഷ് ആയിട്ട് കൊടുക്കണമെന്നാണോ? അല്ല, ക്യാഷ് ആയിട്ട് ബാങ്കിൽ കൊടുത്താലും GST വേണമല്ലോ. GST ബില്ല് തരണം. ബില്ലില്ല, GST ഇല്ല, ട്രാൻസ്ഫർ ആയിട്ട് GST ഇല്ല. അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് ED ഒക്കെ വന്ന് റെയ്ഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞ്. കാരണം എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു ഒരു 10-15 കോടി രൂപ ആസ്തി ഈ സംഘടനയ്ക്കുണ്ട്. അല്ല, ഈ ബി ഉണ്ണികൃഷ്ണനെ കുറിച്ചുള്ള ആരോപണം ഇത് ആദ്യമായിട്ടല്ല, താങ്കൾ മാത്രമല്ല പറയുന്നത്. ഇപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുൻപ് സാന്ദ്ര തോമസ് അവരുടെ തൊഴിൽ നിഷേധം നടത്തുന്നു, അവരുടെ തൊഴിൽ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ബി ഉണ്ണികൃഷ്ണൻ ഇടപെടുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ളവർ വിചാരിച്ചിരുന്നത് അതൊരു പക്ഷേ അവരുടെ ഒരു ആരോപണം മാത്രമായിരിക്കുമെന്നാണ്. പക്ഷേ ഇന്ന് താങ്കൾ അത് പറയുമ്പോഴാണ് അതിൻ്റെ വ്യാപ്തി ഇത്രത്തോളം. അല്ല, നമ്മൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ ആ പുള്ളി ഒരു പടം പോലും ഇപ്പോൾ ഈ അടുത്തൊന്നും ചെയ്തില്ല. ചെയ്ത പടങ്ങളൊക്കെ അട്ടർ ഫ്ലോപ്പുമാണ്. ഒരു പടം കൊണ്ടോ ശരി ഒന്ന് കളക്ട് ചെയ്ത് മറ്റേ മാടമ്പി, ബാക്കിയുള്ള എല്ലാ പടം അട്ടർ ഫ്ലോപ്പുകളാണ്. മാടമ്പിക്ക് 10-15 വർഷമില്ല. അതെ, പക്ഷേ പുള്ളി ഡെയിലി കാർ വാങ്ങുന്നുണ്ട്, സാമ്പത്തികമായിട്ട് വെൽ സെറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൈസ ആരത്? ഇതിൻ്റെ സോഴ്സ് ഇത് വേണം കണ്ടെത്താൻ. ഒരു തൊഴിലാളി നേതാവിന് എത്ര ഉണ്ടാക്കിയാലും ഒരു ലിമിറ്റ് വരെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ജോലി ഇല്ലാത്ത ഒരാൾ ഉണ്ടാക്കുമ്പോൾ ഒരു ലിമിറ്റ് വരെ ഉണ്ടാക്കുമല്ലോ. പക്ഷേ ഇവരങ്ങനെയല്ലല്ലോ. ഈ പൈസയൊക്കെ ഇവിടെ എവിടെ നിന്ന് ഇവർക്ക് എവിടെ നിന്നാണ് ഈ സോഴ്സ്? ഇത് കണ്ടെത്തണ്ടേ? ഇതെല്ലാം സാധാരണ ഈ പാവപ്പെട്ടവൻ്റെ ഈ പറഞ്ഞ പോലെ പാത്രം കടൻ്റെ പൈസയും കൂടെ ആണല്ലോ സംഘടനാ നേതാവെന്ന് പേര്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും നമുക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു പ്രതിഷേധ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ പണിമുടക്കി പ്രതിഷേധിക്കുക എന്നുള്ളതാണ്. ഇവിടെ ആര് പണിമുടക്കി കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുക. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ പോലും എല്ലാവരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നിൽക്കില്ല. എല്ലാവരും പേടിപ്പിച്ച് നിർത്തിയിരിക്കുക. ഇനി ഞാൻ ഇപ്പോൾ പറയണ ഈ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഇത് ആഡിറ്റിന് വിധേയരാക്കാം, ഇത് കാണിക്കാം. പക്ഷേ ഒരു കേസ് അവരെല്ലാം പഴുതടച്ചേ ചെയ്യുള്ളൂ, അത് സത്യമാണ്. എല്ലാം പഴുതടച്ചേ ചെയ്യുള്ളൂ. കാരണം 1 ലക്ഷം രൂപ ഞങ്ങളുടെ സംഘടനയിൽ വാങ്ങുമ്പോൾ, മെമ്പർഷിപ്പായിട്ട് വാങ്ങുമ്പോൾ 98,500 രൂപ എന്ന് പറയണത് സംഭാവനയാണ്. അതായത് നിങ്ങൾ ഡൊണേഷൻ കൊടുക്കുക. അതാണ് കാര്യം. 1,500 രൂപയുള്ള മെമ്പർഷിപ്പ്. ശരി, ഓക്കെ. ഈ ഡൊണേഷൻ ആയിരുന്നാലും ആ പണം അത് വിനിയോഗിക്കുന്നതിനൊരു കണക്ക് വേണമല്ലോ. അതെ, നമുക്ക് കണക്കൊന്നും ചോദിക്കാൻ പാടില്ല. ഇപ്പോൾ FFKയിൽ എത്ര അംഗങ്ങളുണ്ട്? എനിക്ക് തോന്നുന്നു 10-15,000 പേരാണല്ലേ. 10,000 അംഗങ്ങൾ. പിന്നെ ഇങ്ങനെ പോയാലും വരും, പിന്നെ അത്രയും വരൂലേ? പിന്നെ അത്രയും എല്ലാ മേഖലകളിലും വരും. ഇത്രയും പേരുടെയും ലെവിയും ഇത്രയും പേരുടെയും എന്താണ് മെമ്പർഷിപ്പ് ഫീസും എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഒരു വ്യക്തിയാണെന്നാണ് താങ്കൾ പറയുന്നത്. ഇതെല്ലാം അവസാനം പറഞ്ഞത് അവിടെയാണ്. ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ ചെറിയ കളിയല്ല ഇത്. നമ്മൾ ലക്ഷത്തിലോട്ട് മാറ്റി കൺവേർട്ട് ചെയ്ത് നോക്ക്, കോടി രൂപയല്ലേ അത്. ഈ ബി ഉണ്ണികൃഷ്ണൻ എന്നുള്ള ഇപ്പം തന്നെ വേറെ സംഭവം പറയും. ഇപ്പം തന്നെ ഒരു ചെറിയൊരു അഴിമതി, എനിക്ക് ആരോടെ എത്രത്തോളം സത്യമാണെന്നല്ലോ ഞാനും അനുഭവിച്ചത്. ഞാനും
ആ ഇൻഷുറൻസ് പദ്ധതിയിലോ, അതായത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ 3500 എന്തോ കൊടുക്കുമ്പോൾ നമുക്ക് ഒരാൾക്ക് FFKയിൽ നിന്ന് നമുക്ക് ഇൻഷുറൻസ് കിട്ടും. അപ്പോൾ ഇപ്പം തന്നെ എത്ര പേര് നിർബന്ധമായിട്ട് എടുക്കണം. എത്ര രൂപയുടെ ഇൻഷുറൻസ് ആണ്? 1.5 ലക്ഷം രൂപയാണ് ഇവർ കവറേജ് പറഞ്ഞത്. പക്ഷെ അതിൽ ഇപ്പോൾ നിലവിൽ എനിക്കറിയാന്നുള്ള ഒരുപാട് പേർക്ക് പൈസ കൊടുത്തിട്ടില്ല. ഒരുപാട് പേർക്ക് കൊടുത്തിട്ടില്ല. പലരും ഈ ചോദിക്കണതല്ലാതെ പേടിച്ചിട്ടൊന്നും പറയാത്തതാണ്. ആലോചിക്കുക, 3500 വെച്ചിട്ട് പലരും ഫാമിലി മൊത്തത്തിൽ എടുത്തിട്ടുണ്ടാവും. 3 പേര് ഓരോരുത്തർക്കും 3500. അതെ, 3500 വെച്ച്. അപ്പം നിങ്ങൾ ആലോചിക്കുക, 1000 പേർക്കായപ്പോൾ തന്നെ എത്ര എമൗണ്ട് മാറി നോക്കി. പക്ഷേ ഈ വി ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ഒരു ആൾക്ക് ഈ മേഖലയിലുള്ള മുതിർന്ന നടന്മാരോ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരോ ഒക്കെ ആയിട്ട് അവരുടെ ഒരു പിന്തുണയോ അല്ലെങ്കിൽ അവരുടെ ഒരു ബാക്ക് സപ്പോർട്ടോ ഇല്ലാതെ നിൽക്കാൻ കഴിയുമെന്ന് കരുതുന്നു? ഇല്ല, ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ അല്ല. ഇതിലൊരു സംഭവം വെച്ചാലേ, ഇതേ ഇപ്പം ഞാൻ ചോദിച്ചു എന്നെ പുറത്താക്കിയ ഇതുപോലെ ഇവിടെ കഴിവിലൊന്നും കാര്യമില്ല. ആര് പ്രശ്നം ഉണ്ടാക്കിയാലും സ്പോട്ടിൽ ചോദിച്ചാൽ, ഇവർക്കെതിരെ ചോദിച്ചാൽ പിറ്റേ രാവിലെ. താങ്കൾ പറയുന്ന ഒരു കാര്യം, കാരണം നമ്മൾ സംസാരിച്ചു ഈ ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മലയാള സിനിമാ മേഖലയിലെ നിരവധി പേരാണ്, പ്രമുഖരായിട്ടുള്ള പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ താങ്കളെ വിളിക്കുന്നു. അതിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്നത് വാസ്തവമാണ് എന്നുള്ളതാണ്. കാരണം അല്ല, ഞാൻ ഇനി പറഞ്ഞത് വാസ്തവമല്ലെന്ന് വെച്ചോ, എങ്കിൽ എന്തിനാണ് ഈ ചാനലുകളിൽ നിന്ന് ഞാൻ കൊടുക്കുന്ന ഇൻ്റർവ്യൂ റിമൂവ് ചെയ്യിപ്പിക്കുന്നത്? എന്നെ എന്തിനാണ് സോഹൻ സീനുലാൽ ഭീഷണിപ്പെടുത്തിയത്? ഞാൻ അയാളെ വിളിച്ചിട്ടില്ല. അയാൾ എന്നെ ഇങ്ങോട്ടാണ് വിളിച്ചത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഉണ്ണിച്ചേട്ടനെതിരെ പറഞ്ഞ കൊച്ചിയിൽ ഇറങ്ങിയ തീർത്തളയെന്നാണ്. കയ്യും കരം പറ്റി എടുത്തളയും തീർത്തളയും. ഗുണ്ടയാണോ? ആ, ഗുണ്ടയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കൊച്ചിയിലോട്ട് പോകാൻ പറ്റില്ല. അല്ല, കൊച്ചി പോകാൻ പറ്റില്ല. ഞാൻ കൊച്ചി ഇനി പോണത് ഫ്ലൈറ്റ് വഴി കൊച്ചിയിലെ ഇറങ്ങിയിട്ട് അതുവഴിയിട്ട് പോകാൻ തിരിച്ചിറങ്ങി. ശരി, നമുക്ക് മറ്റ് ചില വിഷയങ്ങളിലേക്ക് വരാം. അതായത് താങ്കൾ കുറേ വർഷങ്ങളായി ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നു. പല മുതിർന്ന നടന്മാരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ മലയാള സിനിമാ മേഖല ഇപ്പോൾ വളരെ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു പ്രേക്ഷകൻ, മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വളരെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം വളരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. അതേക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ ഹേമകൃഷ്ണൻ്റെ എന്നെപ്പറ്റി പീഡനം മാത്രമല്ല വിഷയം, ഇതൊക്കെയാണ് ശരിക്കുള്ള ചർച്ച. ഇതൊന്നും ആരും ചർച്ച ചെയ്യപ്പെടുത്തിട്ടില്ല. കാരണം ഇപ്പം നമ്മുടെ അടുത്തൊക്കെ ഒരാൾ വന്ന് ചോദിച്ചിരുന്നെങ്കിൽ, ഈ കമ്മീഷൻ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ തുറന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മളെ അടുത്ത് നമുക്ക് അറിഞ്ഞോലും കൂടെ, നമ്മളെന്ന് അവർ കണക്ട് ചെയ്തിട്ടേ ഇല്ല. കാരണം ഹേമ കമ്മീഷൻ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, അല്ല, അത് സ്ത്രീകളുടെ വിഷയത്തെക്കുറിച്ച് പഠിക്കാനാണ് ഹേമ കമ്മീഷൻ. പക്ഷെ എന്നിട്ട് ഇപ്പം 3 പെൺകുട്ടികൾ അവിടെ ഇതിരിപ്പുണ്ട്, സമരം ഇരിപ്പുണ്ട് ഇന്നലെ തൊട്ട്. അത് ബി ഉണ്ണികൃഷ്ണനെ മാറ്റണം എന്നുള്ള ആവശ്യത്തോടെ. കാരണം അവർക്ക് പുള്ളിക്കാരൻ്റെ പറയുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ എന്താണെന്നറിയാമോ, വേണമെങ്കിൽ അടങ്ങി ഒതുങ്ങി വർക്ക് ചെയ്തിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് വെക്കോ. ഇത് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഗത്യന്തരമില്ലാതെ നിൽക്കുകയാണ് ഇവരില്ല. ഗത്യന്തരമില്ലാതെ നിൽക്കണം, വേറെ വഴിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ, ഒരു പ്രൊഡക്ഷൻ, ഒരു അപ്പാവി ഒരു പ്രൊഡ്യൂസറെ സെറ്റ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ പടത്തിനെ ഇവരങ്ങനെ ലോക്ക് ചെയ്യും, ഇവർ തന്നെ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് ഇവർക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് സെറ്റ് ചെയ്ത് ആ പ്രൊഡ്യൂസർ അതുവഴി അങ്ങ് പോകും. എത്രയോ പടങ്ങൾ വന്നിട്ട്. അതായത് ഒരു കഥാകാരൻ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ അതൊരു സംവിധായകനുമായി ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ആ കഥാപാത്രം എങ്ങനെയായിരിക്കും, ആ കഥ എങ്ങനെ പോകും, ആ സിനിമ എത്രത്തോളം വിജയിക്കും എന്നൊക്കെയുള്ള ഒരു ധാരണ അവരുടെ മനസ്സിലുണ്ടാവും. ഒരു കെമിസ്ട്രി അതിനെ നിരുത്സാഹപ്പെടുത്തി. ആ കെമിസ്ട്രി ഇല്ലാതാകുന്നതോടുകൂടി പടം ഫ്ലോപ്പ് ആകും എന്നുള്ള ഒരു ഉറപ്പാണ്. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഇവർ അതിനെ നിരുത്സാഹപ്പെടുത്തും. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആളിനെ അതെ 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 പറയും. എൻ്റെ അടുത്ത് ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും പറഞ്ഞതാണ്, ഇവരോട് പോയി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഇത് നിങ്ങൾക്ക് ഓടും തോന്നണ്ട. അതായത് ആദ്യമേ അങ്ങ് നെഗറ്റീവ് അടിക്കും. എന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് വേറൊരു ഇതിലുണ്ടായിരുന്ന ഒരാൾ പുള്ളിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞത്, നമുക്ക് നല്ലൊരു സബ്ജക്റ്റ് നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല, വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിനയൻ എന്നൊരു സംവിധായകൻ, അദ്ദേഹം ഒറ്റയാൾ പോരാട്ടം നടത്തിയതാണ്. ഒടുവിൽ അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയ വിലക്കുകളും മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ്. തിലകനെ ഏർപ്പെടുത്തിയ വിലക്ക് നമ്മൾ കണ്ടതാണ്. കാരണം തിലകനെ പോലെ വളരെ മുതിർന്ന മഹാനായ ഒരു നടനെ വിലക്ക് ഏർപ്പെടുത്തിയ, അതാണ് ഞാൻ പറഞ്ഞത്. അത്രയും വലിയ ആൾക്കാരെ ഒതുക്കിയ അവർക്ക് എന്നെയൊക്കെ നിസ്സാരമല്ലേ? ഒരു പൂ പറിക്കണ
ലാഘവത്തോടെ എടുത്ത് കളയാൻ പറ്റും. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എന്നെ ഇനി അതിനകത്ത് തിരിച്ച് കയറ്റുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. പക്ഷേ ഞാൻ പറഞ്ഞ സാംസ്കാരിക മന്ത്രിയൊക്കെ ഇക്കാര്യത്തിൽ ഇടപെടണം. കാരണം തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ ഭരണകൂടമാണ്, അല്ലേ? ശരിയല്ല? തീർച്ചയായിട്ടും. അപ്പം ഇത് ആരുടെയെങ്കിലും കയ്യിലാണെന്ന് അവർക്കൊരു തോന്നലുണ്ട്. അല്ല, പക്ഷേ ഇവിടെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ വകുപ്പ് അല്ലെങ്കിൽ പോലും ഗതാഗത വകുപ്പ് മന്ത്രിയാണ് കെ.ബി. ഗണേഷ് കുമാർ. അദ്ദേഹം സിനിമാ നടൻ കൂടിയാണ്. അതായത് അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ളൊരു നടൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതിന്. കാരണം വെച്ചാൽ ഒരുപക്ഷെ അദ്ദേഹമൊക്കെ ഒരു മന്ത്രിക്കൊക്കെ ഉള്ള തിരക്ക് നമുക്കറിയാം. അവർക്ക് ഭരണപരമായി തന്നെ ഒരുപാട് തിരക്കുകളും മറ്റ് പൊതുപരിപാടികളും ഒക്കെ ഉള്ളതാണ്. സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്, കാരണം കെ.ബി. ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരാളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതിനൊരു പക്ഷേ പരിഹാരം കാണുമെന്ന്. അല്ല, എനിക്ക് അങ്ങനെ വലിയ ശുഭപ്രതീക്ഷയില്ല. കാരണം വെച്ചാൽ ഇവരൊക്കെ നമ്മളെക്കാളും വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുള്ള ആൾക്കാരല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും വാദിയെ പ്രതിയാക്കുന്ന പരിപാടി ഇവർ ചെയ്യുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഈ രണ്ടുപേരെ സഹായിച്ചിട്ടാണ് എന്നെ പുറത്തു പോയെന്നല്ല അവരോട് പറഞ്ഞത്. ഇവരുടെ ഇതിപ്പോൾ ഇതിപ്പോൾ തുറന്നു പറഞ്ഞത് എന്തെന്ന് അറിയാമോ? ഇല്ലെങ്കിൽ നാളെ ഒരു 5 ദിവസം കഴിയുമ്പം നിങ്ങൾ കേൾക്കണ വാർത്ത എന്ന് വെച്ചാൽ ഞാൻ ഏതെങ്കിലും നടിയുടെ റൂമിൽ പോയി തട്ടി, അല്ലെങ്കിൽ കഞ്ചാവ് വിറ്റ്, അല്ലെങ്കിൽ MDMA ഉപയോഗിച്ചതിൻ്റെ പേരിൽ തന്നെ പറഞ്ഞിട്ടെന്നേ പറയുള്ളൂ. ഇവരങ്ങനെ പറഞ്ഞുണ്ടാക്കി കളയും. ഇവരങ്ങനെ പറഞ്ഞുണ്ടാക്കി കളയും. മറ്റേത് നമ്മൾ എടുത്തങ്ങ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയല്ലോ, എന്തായാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ മദ്യപാനം അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടി ഞാൻ യൂസ് ചെയ്യില്ല. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് നെഞ്ചും പിരിച്ച് നിൽക്കാം. ശരി, അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിന് നമുക്ക് വേണ്ടത് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്. കാരണം ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ മലയാള സിനിമ തകർന്നടിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സിനിമ പോലും ഈ 2024 കടന്നു പോയപ്പോൾ നമ്മുടെ ഓർമ്മയിൽ വന്നിട്ടില്ല. ഒരു മാർക്കോ ഒരു സിനിമയാണ് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത്. അല്ലാതെ എനിക്കൊരു സിനിമയും ഓർമ്മ വരുന്നില്ല. അപ്പോൾ ആ തരത്തിലേക്ക് മലയാള സിനിമ അധപതിച്ചിരിക്കുന്നു. ഈ താങ്കൾ പറയുന്ന ഇത് കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈ തൊഴിലാളികളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഇവരൊക്കെ കോടികൾ സമ്പാദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പറയുന്ന പ്രൊഡക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിൽക്കാരെ ആയിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ ഒരു അപകടം പറ്റിയാൽ അവരുടെയൊക്കെ ജീവിതം അതോടുകൂടി പോയില്ലേ. 30,000 രൂപ കൊടുക്കും, ഒരു റീത്തും വയ്ക്കും, അത്രേ ഉള്ളൂ. റീത്ത് കൃത്യമായിട്ട് വയ്ക്കും കേട്ടോ. അതൊരു പരസ്യം. അത് റീത്ത് കൃത്യമായിട്ട് വയ്ക്കും. ഞങ്ങളുടെ സംഘടന അത് മാത്രം ഉള്ളതാണ്. റീത്ത് വയ്ക്കും കൃത്യമായിട്ട്. പിന്നെ 30,000 രൂപ കൊടുക്കും. ആലോചിക്കണം, 1 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തിട്ടാണ് 30,000 രൂപ കൊണ്ട് തിരിച്ചു തരുന്നത്. ഈ പിരിഞ്ഞു പോകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ നാളെ തന്നെ അവർ പുറത്താക്കും, എനിക്ക് 1 രൂപ തരൂല. പക്ഷെ ഞാൻ പറഞ്ഞ ചങ്കുറ്റത്തോടെ ആ പൈസ തിരിച്ചു തരണം. അല്ല ഷാലു, അത് അങ്ങനെയാണ്, അതാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇതിനുള്ള ഏക പരിഹാര മാർഗം ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അത് എന്തുകൊണ്ട് ഇത്തരക്കാർ മുന്നോട്ട് വരണ്ടേ? അത് അല്ലെങ്കിൽ അവരെ നയിക്കാൻ ഒരാളില്ല. എല്ലാവർക്കും പേടിയാണെങ്കിൽ പോലും അവരെ നയിക്കാൻ, അതായത് 1, 2, 5 പേര് ഇറങ്ങി പ്രതിഷേധിച്ചാൽ അവർ ഒറ്റപ്പെടുമെന്നൊരു ഭീതി അവർക്കുണ്ട്. അതാണ് വിഷയം. അപ്പം അവർക്ക് ധൈര്യം കൊടുത്ത് അവരെ നയിച്ചു കൊണ്ടുപോകാൻ പ്രാപ്തരായിട്ടുള്ള ചിലരുണ്ടെങ്കിൽ തീർച്ചയായും അവർ മാറ്റി ചിന്തിക്കില്ലേ? അല്ല, ഞാൻ പറഞ്ഞ അതാണ്. ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഭരണകൂടം ഇതിന് വേണ്ടിയിട്ടുള്ളൊരു, ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ചുമട്ട് തൊഴിലാളി യൂണിയൻ അല്ലെങ്കിൽ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വേണം പോയി ജോലി ചെയ്യാം. കഴിവുള്ളവന് ആരോഗ്യമുള്ളവന് പോയി ജോലി ചെയ്യാൻ പറ്റും. അവിടെ ചെറിയ പൈസ അടച്ചാൽ മതി. പക്ഷെ നമ്മളെ സംഘടനയിൽ അതല്ല. പണിയും എടുക്കണം, അതിനൊട്ട ശമ്പളവും ഇല്ല, പിന്നെ യവന്മാർ അടിമകളായിട്ട് നിൽക്കുകയും വേണം. ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇവർ വിചാരിക്കും പോലെ ഒന്നുമല്ല. ഇവരെയൊക്കെ നമ്മൾ അടിമകളായിട്ട് നിൽക്കേണ്ടി വരും. ഭയങ്കര ടോർച്ചറിങ് ഉള്ള പരിപാടിയാണ്. നിങ്ങൾ നോക്ക്, ഏറ്റവും കൂടുതൽ ആൾക്കാർ അറ്റാക്ക് വന്ന് മരിക്കണം നമ്മുടെ ഫീൽഡിലാണ്. ഉറക്കമില്ല, ഫ്രസ്ട്രേഷൻ, നൈറ്റ് ഷൂട്ട് ഉണ്ടാവും പലപ്പോഴും. നൈറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ നല്ല 6 to 6 ആണ്. വൈകുന്നേരം 6 മണിക്ക് ഷൂട്ട് തുടങ്ങിയാൽ രാവിലെ 6 മണി വരെ ഒരു ഉറക്കമില്ലാതെ ഷൂട്ടായിരിക്കും. എന്നിട്ടും കിട്ടുന്ന ഈ ശമ്പളമൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും താങ്കൾക്ക് ഇനി ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ട്? പിടിച്ചു നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് പിടിച്ച് വേണേൽ നിൽക്കാം, അങ്ങനെ നിൽക്കാം. താല്പര്യമില്ല. അല്ല, അതിനേക്കാളും നല്ലത് ഒരു തൊഴിലറിയാലോ, നമുക്ക് എവിടെ പോയാലും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം, ആ പരിഹാരത്തിന് വേണ്ടി ഈ പറയുന്ന പ്രൊഡക്ഷനിലുള്ള ആൾക്കാരായിക്കോട്ടെ, മറ്റ് കലാകാരന്മാരായിക്കോട്ടെ, അതിൻ്റെ മറ്റ് പല മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളായിക്കോട്ടെ മാറ്റി ചിന്തിക്കുകയാണ് വേണ്ടത്. അടിച്ചമർത്തപ്പെട്ട് കിടക്കാതെ കിടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൊട്ടക്കണക്കിലെ തവളകൾ കിടക്കാം. ഇത് ശരിക്കും പറഞ്ഞതാണ്, പൊട്ടക്കണക്കിനകത്തുള്ള തവളയാണ്. കാരണം നമ്മൾ അഭിമാനത്തോടെ നമ്മൾ ഫെഫ്കയിലെ മെമ്പറാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല ഇതിൽ നമുക്ക് നല്ല നഷ്ടം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും പൈസ കൊണ്ട് കൊടുത്ത് ഇത്രയും വലിയ എക്യുപ്മെൻറ്റുകൾ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് അടിമയായിട്ട് ചെയ്യണതിന് പകരം ഒരു കലാകാരൻ അവൻ്റെ വാല്യൂ അവനാണ് പറയണത്, അല്ലേ? അതെ. അല്ലാതെ 1000 രൂപയ്ക്ക് പോയി ചേർന്ന് ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ.
പിന്നെ ഈ 1000 രൂപ നമുക്ക് ഡയറക്റ്റ് പ്രൊഡ്യൂസറിന് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇവരതല്ല പറയണത്. നമ്മൾ ജോലി ചെയ്യണ ഒരു ദിവസത്തെ ശമ്പളം ഇവനും കൊടുക്കണമെന്നേ വീണ്ടും. അതല്ലേ ആയാലും ഒരു രസം, ലെവി കൊടുക്കണം. അതായത് രാവിലെ 18 മണിക്കൂർ പാത്രം കഴുകുന്ന, എച്ചിൽ പാത്രം കഴുകുന്നവൻ 1750 രൂപ കൂലി വാങ്ങിക്കുമ്പോൾ അതിലും 1000 രൂപ കൊടുക്കണം. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ. സംഘടന ഇങ്ങോട്ട് തന്നതിന് പകരം അങ്ങോട്ട്. പിന്നെ വാർഷിക വരി സംഖ്യ വേറെ ഉണ്ട്. 2500 രൂപ വാർഷിക വരി സംഖ്യ 12 മാസം കൂടുമ്പോൾ വീണ്ടും കൊടുക്കണം. എന്തിനാണ് ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നത്? അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. കാരണം ഇവിടെ ഒരു പ്രശ്നം നമുക്ക് തോന്നുന്നത്, നയിക്കാൻ ആൾക്കാരില്ല. 1, 2, 5, 10 പേർ പിരിഞ്ഞ് മാറ്റി ചിന്തിച്ചാൽ അവർ ഒറ്റപ്പെടുമെന്നുള്ളൊരു ഭീതിയാണ് അവരെ പിന്നോട്ട് വലിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏതുവരെ പോകും എന്നുള്ളത് മാത്രമല്ല വിഷയം. നമ്മുടെ മഹത്തായ പാരമ്പര്യമുള്ള മലയാള സിനിമ ചിലരുടെ ഈ കരാളഹസ്തങ്ങളിൽപ്പെട്ട് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയുമാണെന്ന് പ്രേക്ഷകരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും മനസ്സിലാക്കണം. അതിനുവേണ്ടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവർ തന്നെ പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുണ്ടാകട്ടെ. മലയാള സിനിമ നമ്മുടെ പഴയ പ്രതാപത്തോടു കൂടി വീണ്ടും ഉയർന്നു വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.